നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ഇറാൻ യു.എസ് സംഘർഷം വീണ്ടും കലുഷിതമാവുകയാണ്. സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് സമാധാന കരാറിലെത്താൻ ഇറാനുള്ള അവസാന അവസരമാണിതെന്ന് യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ അമേരിക്കയുമായി യാതൊരു ചർച്ചയും നടക്കുന്നില്ലെന്നും ഹോർമുസ് കടലിടുക്ക് അടക്കമുള്ള വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നുമാണ് ഇറാന്റെ നിലപാട്. ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയർന്നു തുടങ്ങിയത് ആഗോള വിപണിയിൽ ആശങ്ക പരത്തിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെ മേൽ ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ തീരുവയ്ക്കെതിരെ രാജ്യത്ത് നിയമനടപടികൾ കടുക്കുകയാണ്. തീരുവ നിയമത്തിനെതിരെ 25 സ്റ്റേറ്റുകളാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പുതിയ തീരുമാനം സാധാരണക്കാരുടെയും വ്യാപാരികളുടെയും മേൽ വലിയ സാമ്പത്തിക ഭാരമാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഹർജിക്കാരുടെ വാദം. ക്രൂഡ് ഓയിൽ വിപണിയിൽ ഇന്ന് വില വർധനവ് ദൃശ്യമായി. ഇന്നലെ ബ്രന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് 4.2% താഴ്ന്ന് $84.77 വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിൽ ഇന്ന് വില ഉയർന്ന് $84.75 WTI ക്രൂഡ് ബാരലിന് $81.12 ഉള്ളത്. ഇന്ത്യൻ ഓഹരി വിപണി തിങ്കളാഴ്ചയും നേട്ടത്തോടെയാണ് വ്യാപാരം പൂർത്തിയാക്കിയത്. 544 പോയിന്റുകൾ വർദ്ധിച്ച് സെൻസെക്സ് 70,869 1.60% ഉയർന്ന നിഫ്റ്റി 24,774.30 ക്ലോസ് ചെയ്തു.